Hey guys, it's me Sudhish Lalitha once again. Welcome back to my channel. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് വിസ്മയിലേക്ക് ഒരു യാത്ര പോയിരുന്നു. കണ്ണൂർ പറശ്ശിനിക്കട വിസ്മയ വാട്ടർ തീം പാർക്കിലേക്ക് യാത്ര പോവുകയാണ്. അടിച്ചു പൊളിക്കാൻ. ചെറുപ്രായത്തിൽ പോകേണ്ടതായിരുന്നു. ഇത്രയും കാലമായിട്ട് ഞാൻ ഇതുവരെ ഇതിൽ കയറിയിട്ടില്ല. ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും പോയതാണ്. ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നല്ല വൈബിൻ്റെ സമയത്ത് പോകേണ്ടതാണ്. പക്ഷെ തന്ത വൈബിലാണ് പോകുന്നത്. എന്തായിട്ട് ഇതിലെന്നറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാവരും കൂടിയിട്ടാണ് നമ്മുടെ യാത്ര. കുഞ്ഞിനെ നമ്മൾ കൊല്ലാട് വീട്ടിൽ കൊണ്ടാക്കി, അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അവളെ പപ്പേനെ അമ്മേനെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ കൂട്ടിയിട്ട് അടിച്ചുള്ളി നടക്കില്ലല്ലോ. അതുകൊണ്ട് അടുത്തതിൽ ഫാമിലി ആയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കൂട്ടിയിട്ട് പോയിട്ട് ഉഷാറാക്കാൻ. ഇപ്പം നമ്മൾ കുഞ്ഞിനും കൂട്ടിയിട്ട് പോയാൽ നമുക്കൊന്നും അടിച്ചുപൊളിക്കാൻ പറ്റില്ല. കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ജോളിയാക്കാന്ന് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. ഗൈസ് ലേറ്റായി വന്നിട്ടില്ല. സജുവും സിനാനും ഇതാ സാധാപ്പുറം വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മൾ പെരിങ്ങോത്ത് സ്റ്റുഡിയോൻ്റെ അടുത്ത് ഇടാനുള്ള പരിപാടിയാണ്. ഇന്നത് കുഞ്ഞിനെ ലൈവാക്കി സെറ്റായി നിൽക്കുന്നുണ്ട്. സിനാൻ ഇടുന്നേ റെഡി ആയിട്ട് പോയാണ് വെള്ളത്തിൽ തുള്ളാൻ വേണ്ടി സെറ്റായിട്ട്. ബാക്കി എല്ലാവരും ക്യാഷ് കിട്ടിയിട്ട് തന്നെ ഇടുന്നേ ഇപ്പോൾ ഡയറക്റ്റ് വെള്ളം കിട്ടിയാൽ തുള്ളാനുള്ള അവസ്ഥയിലുള്ളത്. സജു എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആവുകയെന്ന് പറഞ്ഞ് നാട് വിട്ട് പോയെന്ന്. ഗായ്സ് അങ്ങനെ നമ്മൾ പെരിങ്ങോത്ത് വിടുവാണ്. നോമ്പെടുത്തിട്ട് ചായ പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സജു നോമ്പ് തുടങ്ങുന്ന ദിവസമാണ്. എന്താണ് തുടങ്ങുന്നത്? രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ ചായ പിടിച്ചില്ല പറഞ്ഞിട്ട് തന്ത വൈബിൽ എല്ലാവരും കൂടി വിസ്മയിലേക്ക് അടിച്ചു കളിക്കാൻ വേണ്ടി പോകുന്നത്. യൂത്തായിട്ട് സാധ്യത മാത്രമേ ഇല്ല. അങ്ങനെ നമ്മൾ 9 മണിക്ക് വിടേണ്ട ട്രിപ്പ് 10 മണിയാകുമ്പോൾ പോയത്. വൈബ് തള്ളിയതാണ്. ഗൈസ് ഒരു വണ്ടി നമ്മൾ ഒതുക്കി വെച്ചു. വേറെ 2 വണ്ടി കൂടി ഉണ്ട്. ആ വണ്ടിയിലാണ് എനിക്ക് ബാക്കി യാത്ര. പരിയാരെത്തി. യേശുവിനെയും പാഞ്ചുവിനെയും കൂടി കൂട്ടിയിട്ട് നേരെ വിസ്മയിലേക്ക്. ഗൈസ് KV ചിരിച്ചു. ജർമ്മൻ വണ്ടിയിൽ KV ചിരിച്ചു. ഈ തൊണ്ടനെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ വിസ്മയിൽ പോകുന്നത്. ഈ തൊണ്ടനും തൊണ്ടീനെല്ലാം കൂട്ടിയിട്ടാണ് വിസ്മയിൽ പോകുന്നത്. ബ്ലോഗ് എടുക്കുന്നത് മറ്റൊന്നുണ്ട്. ഗൈസ് ഒരു വണ്ടി കുറച്ച് വളർത്താം. ഗൈസ് അടുത്ത തൊണ്ടനെന്ന് പറഞ്ഞു ഫുള്ള് തന്ത്രമായി ആൾക്കാരെയും കൊണ്ടാണ് വിസ്മയിലേക്ക് പോകുന്നത് നമ്മൾ. ഒമ്പത് മണിക്ക് വിട്ടാൽ നമ്മൾ ഇതുവരെയും പറശ്ശിനി എത്തിയിട്ടില്ല, വിസ്മയിൽ എത്തിയിട്ടില്ല. തളിപ്പറമ്പ് നോമ്പായതുകൊണ്ട് ഹോട്ടലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോട്ടൽ തപ്പി ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ്റെ പരിപാടിയാണ്. ഏത് രാവിലെ കഴിക്കുന്നത് ഇപ്പോൾ 10-11 മണിയാകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് തളിപ്പറമ്പ് കണ്ണൂർ ഹൈവേ സൈഡിൽ തന്നെയുള്ള നിതിൻ ഹോട്ടൽ തൃപ്തംബരം. ഗായ്സ് അങ്ങനെ നമ്മൾ വിസ്മയ വാട്ടർ തീം പാർക്ക് എത്തിയിരിക്കുന്നു. യേശുവിൻ്റെ മാർഗമായ ഡ്രൈവ് വിസ്മയ ചൂട് കിട്ടും. ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഗായ്സ് അങ്ങനെ വിസ്മയ വാട്ടർ തീം പാർക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെഡിയായി വെള്ളത്തിൽ തുള്ളാൻ സെറ്റപ്പായിട്ട് പോവുകയാണ്. ഗൈസ് അങ്ങനെ 9 ആക്കിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 750 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ഗൈസ് ആരുമില്ല, നമുക്ക് വേണ്ടി മാത്രമായിട്ട് വിസ്മയ തുറന്നു തന്നിട്ട് ഉള്ളത്. കാര്യം ഫോട്ടോ എടുക്കാറില്ല. ഗൈസ് ഇവിടെ ലോക്കർ സംഭവമാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ നമുക്കിവിടെ ലോക്കറിൽ വെക്കാം. 200 കൊടുത്തിട്ട് നമുക്കിവിടെ ഒരു ലോക്കർ തുറന്നു തരും. അതിനകത്ത് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാം. 50 രൂപയാണെങ്കിൽ ബാക്കി 150 രൂപ നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് ഓരോരോ ആൾക്കാർക്കും ഓരോ ലോക്കറുണ്ട്. ഗൈസ് ഇവിടെ ശരിക്കും ആരുമില്ല. നമ്മൾ മാത്രമേ ഈ വാട്സപ്പ് അമ്മാവനെ വന്നിട്ടുണ്ട്. ആടെ നിന്ന് ഇവിടുന്നെല്ലാം പോയി സെൽഫി എടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ഗുഡ് മോർണിംഗ് സ്റ്റാറ്റസ് ഞാനാണ് ലോക്കർ ഇട്ടാ.
ഇവരാണ് നമ്മളെ ടൂറിന്റെ മെയിൻ നോക്കി നടത്തുന്നതാണ്. ഇവനെ എല്ലാരും നീന്താൻ പഠിപ്പിക്കും. ആരെയും നമ്മളിവിടെ അടുപ്പിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അതായത് ശരിക്കും ഇവിടെ ആരുമില്ല, ശരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. വിസ്മയന്റെ ഓണർ എല്ലായിടത്തേക്കും നമ്മൾ കൂട്ടിയിട്ട് വന്നു. ഒരു സ്ഥലത്ത് പോകാൻ വിടുന്നില്ല. അതാ ഓനെടുത്ത് മെയിൻ ആളെ കണക്കെയാണ്. ആകെ 2 വട്ടം വന്നിന്, അതിന്റെ അഹങ്കാരമാണ്. നോക്കിയാ ഇത് കയറാനാണ് വന്നത്. ഇതെല്ലാം എന്താണെന്നമ്മ ഇവിടുത്തെ മെയിനായിട്ട് ഇതാണ്. ഇത് പക്ഷേ മെയിൻ്റെനൻസ് ആണ്, നമുക്ക് കയറാൻ ഭാഗ്യമില്ല. മാഗ്നസ് എന്നതിന് പേര്. ഗൈസ് സജു പേടിച്ചിട്ട് കയറുന്നില്ല. ഗൈസ് ഇവനെടുത്ത ഗൈഡ് സ്ഥലറിങ്ങോ എന്നിട്ടോ അങ്ങനെ നമ്മൾ ആദ്യത്തെ റൈഡിൽ കയറുകയാണ്. മിക്കവാറും ആദ്യത്തെ തലയിറങ്ങിയിട്ട് നേരെ വണ്ടി പേശിൻ്റെ വരും. ഏകദേശം ഒറ്റയ്ക്ക് ഇരുന്നത് പേടി മനസ്സിലാവാതിരിക്കാൻ കൂടിങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. സംഭവം ഇവിടെ ആരുമില്ല ശരിക്കും, നമ്മൾ മാത്രമേ ഇല്ല. അതുകൊണ്ടെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിൽ കയറിയാക്കല്ലോ കുഞ്ഞു. ഇതിൽ പിന്നെയും കുറച്ചാളെ കാണുന്നുണ്ട്. ലൈസൻസ് ഇതിന്റെ ലൈസൻസ് ഉണ്ട് എൻ്റെ. ആരും ഓണാക്കാണ്ട് പോവുകയാണ്. ആ വെല്ലടിച്ചു കൂട്ടോ. ഇത് വല്ലതും നടക്കോ? ഇനി നീങ്ങൂല. എങ്ങനെയല്ലോ ഓടിക്കുന്നുണ്ടായി. നിങ്ങൾ മുമ്പോട്ടാ പോകണ്ട. ഒന്നുകൂടെ കയറണോ? റിവേഴ്സ് മാത്രമേ പോകൂ. പിടിച്ച് കെട്ടണോ? ഞാൻ തോറ്റെടുക്കാൻ വിടല വിടല. നേരെ എറണാകുളത്തേക്ക് പറന്നോട്ട് പോ. ഇതാ നീ പറഞ്ഞ പാമ്പല്ലേ? ഇത് സ്നേക്ക് വർക്കിലെ പാമ്പല്ലടാ. പാമ്പിന് കുറച്ച് വെള്ളം കൊടുത്തോ.
കുറച്ചുകൊടുത്തേ. നല്ല ചൂടായതുകൊണ്ട് സിനായത് പാമ്പൊന്നും വിഷയമല്ല. പക്ഷെ ഇത് ആധുനിക ശിലായുഗത്തിന്റെ കാലത്തിലേന്നാണ് ഇവള് പറയുന്നത്. നീ വാട്സപ്പ് അമ്മാവും തന്നെ വന്നേരം പോലെ സെൽഫി എടുക്ക് വച്ചെടുക്ക്. രാവിലെ ഗുഡ് മോർണിംഗ് സ്റ്റാറ്റസ് ഇട്ടാ മതി. തീവണ്ടി പോകുന്നത് എന്താ നിന്റെ നീ വെച്ച് നടന്നേ നിന്റെ അല്ല ആയിരത്തിനോളം സിനാന ഫാമിലി ഉണ്ട്. സിന ഇത് ഫുള്ളൂടായിപ്പോ അവിടെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഒന്നിനും വെള്ളമില്ല. ആര് വീഡിയോ എടുക്കടാ, വീഡിയോ എടുക്കടാ. എടാ അമ്മച്ചേ പോടാ. ചായ കാപ്പി ചായ കാപ്പി ചായ കാപ്പി ബിരിയാണി 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 ചായ കാപ്പി ചായ കാപ്പി കാപ്പി ബിരിയാണി. അതിന് 2-3 കറങ്ങല്. വേറെ പറയാ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാ. ഗൈസ് അങ്ങനെ വിസ്മയ ആഗ്രഹം സഫലമായി. ഗൈസ് അങ്ങനെ വാട്ടർ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ.
ആ പ്രശ്നമില്ല. വിസ്മയ പാർക്ക്. ഇതാണ് വിസ്മയില്. അവരിതുവരെ പോയിച്ചു വന്നിട്ട് ഇല്ല. അവര് ഓടിപ്പോ പൊട്ടി.
ഇതാണ് വിസ്മയുടെ ആകാശ ദൃശ്യം. അത്ര പഠിക്കാനില്ല, ചെറിയ പഠിക്കാം. കണ്ണൂരാണ് ദൂരെ കാണുന്നത്. നല്ല രസമുണ്ട് വ്യൂ. ഇങ്ങോട്ട് അത്ര രസമില്ല, ഇപ്പുറ സൈഡിലേക്ക് നല്ല രസമുണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മുടെ വിസ്മയ ട്രിപ്പ് അടിപൊളിയായി അടിച്ച് പൊളിച്ച് അങ്ങനെ ഇനി ഫാമിലിയും കൂട്ടി വരണം. നമ്മളിപ്പം ഫാമിലിയിൽ കൂട്ടാത്ത വെച്ചാൽ കുഞ്ഞിനെല്ലാം കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ കൂടാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആദ്യം വന്നിട്ടൊന്ന് ചില്ല് ചെയ്തിട്ട് രണ്ടാമത് കുഞ്ഞിനെയും ഫാമിലി എല്ലാവരെയും കൂട്ടിയിട്ട് പോകാൻ വെച്ചത്. അപ്പോൾ ഫ്രണ്ട്സിനോട് ഒന്ന് അടിച്ചു പൊളിച്ചു, ഇനി ഫാമിലിൻ്റെ കൂടെ വന്നിട്ട് അടിച്ചു പൊളിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.